അമ്പലത്തിന്റെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പേഴ്സണലി സോറി പറയും. ഞാൻ സോറി പറയാൻ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അമ്പലത്തിന്റെ അവിടെ ചെന്നത് ഒരു തെറ്റാണ്, അങ്ങനെ ഒരു സാധനം ചെയ്ത് തെറ്റാണ് ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതിന് സോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളക്കാർ പറയുന്ന എല്ലാ മതക്കാരും ഒരുപോലെ കാണുന്ന ആൾക്കാരാണ്. പെരേര ഫാൻസ് അസോസിയേഷൻ ലോഞ്ച് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ചേട്ടൻ പോയി കാണിച്ചു തരാം. പറയൂ. ചേട്ടനായിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെ നിൽക്കുന്നത് ശ്രീലക്ഷ്മി പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു. ശരി, ഇങ്ങനെയല്ലേ? അവന്റെ കൂടെ കുഞ്ഞിലേ മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാരുണ്ട്. ഇപ്പോഴും അവൻ അതൊക്കെ ഓർക്കുന്നു. പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവന്റെ വിഷമാണെന്ന് തോന്നുന്നു പറഞ്ഞു. സലീമന്റെ മോനോട് ചെയ്യുമ്പോ 1 കോടി രൂപ ഓഫർ ചെയ്തു. നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ പറഞ്ഞ ബ്രൗൺ ആണ്. അത് നോക്കട്ടെ, ചിലപ്പോ വൈറ്റ് കൂടുതൽ ഉണ്ടാവുമായിരിക്കും. എന്നാലും നമ്മൾ നോർമലി ബ്രൗൺ എന്ന് പറയുന്നത് നമ്മളെ കളിയാക്കുന്നത്. അടിച്ചേട്ടൻ നമ്മുടെ മുത്താണ്. അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞ മലയാളികളെ ഇളകും. വെളുത്തവര് മാത്രമേ അഭിനയിക്കാവുന്നുണ്ടോ? രജനീകാന്ത് സാറിന് നോക്കൂ, അദ്ദേഹത്തിനുള്ള കോൺഫിഡൻസും അദ്ദേഹത്തിന്റെ സ്റ്റൈലും കാര്യങ്ങളും നോക്കൂ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട കുറച്ച് ആൾക്കാർ നമ്മളെ വ്യക്തി എന്ന നിലയിൽ ഈ ഹ്യൂമൻ ബീങ് ആയിട്ട് കാണുന്നില്ല, മനുഷ്യനായിട്ട് കാണുന്നില്ല. എന്തൊരു മൃഗത്തെ കണ്ട പോലെയാണ് ആൾക്കാർ. അതുകൊണ്ട് പള്ളിയിൽ പോവാറില്ല. ഏറ്റവും ഫേവറേറ്റ് കളർ ഏതാ? എനിക്ക് ബ്ലൂ ആണ്. ശ്രീലക്ഷ്മി? ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക് കോമ്പിനേഷൻസ് ആണോ അതോ സിംഗിൾ? അല്ല, എനിക്ക് അതിനകത്ത് വൈറ്റ് ഒക്കെ ചെറുത് വരുന്നത് ഇഷ്ടം. അതിനും കറക്റ്റായിട്ട് മറുപടി പറയുകയാണെങ്കിൽ ശ്രീലക്ഷ്മി ഫുൾ എന്താ പറയാ ആൾക്കാർക്ക് ഇറങ്ങിയെന്ന് പറയാം. ഒരു വിവാദമായിട്ടുള്ള ചോദ്യം ഒരു ബോഡി ഷേമിംഗ് എന്ന് ആൾക്കാർ പറയാൻ വേണമെങ്കിൽ, പക്ഷെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചോദ്യമില്ല. ഇപ്പോ നിലവില് അഭിനേത്രിയാണല്ലോ. അപ്പോ പ്രണവ് മോഹൻലാലിന്റെ ഒരു സിനിമ വന്നു, ഓപ്പോസിറ്റ് ചന്തുനാഥിന്റെ സിനിമ വന്നു. ചന്തു, സലീമേട്ടന്റെ മകൻ. ഏത് നടന്റെ കൂടെ ആയിരിക്കും ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത്? ഇപ്പോ ചന്തുനാഥന്റെ കൂടെ സലീമേട്ടന്റെ മകന്റെ കൂടെ ചെയ്യുമ്പോ 1 കോടി രൂപ ഓഫർ ചെയ്തു. പ്രണവിന്റെ കൂടെ ചെയ്തപ്പോ 10 ലക്ഷം ഓഫർ ചെയ്തു. ഇപ്പൊ ഏതായിരിക്കും ചെയ്യുന്നത്? ഞാൻ ക്യാഷ് നോക്കിയല്ല, എനിക്ക് ചന്തുവിനെ ഇഷ്ടമാണ്. ചന്തുവിന്റെ സിനിമയിൽ ചെയ്യും. കാരണം ചോദിക്കാൻ പലരും പെട്ടെന്ന് ലാൽ സാറിന്റെ മോന്റെ പടത്തിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഹാസൻ ഒരു ഇത് എന്താ പറയാ, എനിക്കൊരു വരുമ്പോള് ഇങ്ങനത്തെ ഒരു പ്രവണത ആരും പറയില്ല കേട്ടോ. കാരണം വേറൊരു ഇന്നത്തെ ലൈം ലൈറ്റ് അല്ല, സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇപ്പൊ അടിച്ചിട്ട് വരുന്നേ ഉള്ളൂ പറഞ്ഞല്ലേ. മുൻനിര നായികമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചന്തുവിന്റെ പേര് പറയാറില്ല, അറിയില്ല. മനസ്സിലായി? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് ആരെ പ്രിഫർ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഒരു ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ഒരു ഹൈപ്പ് വെച്ച് നോക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ഡിബേറ്റ് ചെയ്ത് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. അറിയാക്കല്ല, കാരണം പ്രണവിനെ ബേസിക്കലി ഞാൻ കണ്ടില്ല, പക്ഷെ ചന്തു ഒരു ദിവസം കണ്ടിട്ട് എന്നെ പറ്റി നല്ല അഭിപ്രായം. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതല്ലേ? കൊള്ളാം, നല്ല സ്ട്രാറ്റജി ആണ് കേട്ടോ. നിറം അല്ലെങ്കിൽ കളർ ഇല്ല, പക്ഷെ ആർട്ടിസ്റ്റ് പുള്ളിക്കാരൻ ഡിഗ്രി ഒക്കെ ഉണ്ടോ സിനിമയിലേക്ക് വന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നിറമൊക്കെ വലിയ കാര്യമാണ്. നോക്കൂ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമ്മൾ ഒരു യൂറോപ്പിന്റെ മുമ്പിൽ, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഒരു യൂറോപ്പിന്റെ ഒരു അമേരിക്കയുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രൗണീസ് ആണ്. നമ്മൾ ബ്ലാക്ക് അല്ല, നമ്മൾ ബ്രൗൺ ആണ്. നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ പറഞ്ഞ ബ്രൗൺ ആണ്. അത് നോക്കട്ടെ, ചിലപ്പോ വൈറ്റ് കൂടുതൽ ഉണ്ടാവുമായിരിക്കും. എന്നാലും നമ്മൾ നോർമലി ബ്രൗൺ എന്ന് പറയുന്നത് നമ്മളെ കളിയാക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളെ ആ റേസിസം കാണിക്കുന്നതാണ്. നമ്മളിപ്പോ ഇംഗ്ലണ്ടിൽ പോയി ഒരുപാടുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്, അല്ലേ? കേട്ടിട്ടില്ലേ? അപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മുടെക്കാട്ടിലും കുറച്ചും കൂടി സ്കിൻ ടോൺ കുറവുള്ള ആള്, മെലാമിൻ കാരണമാണ് ഈ സാധനം മാറുന്നത്. മെലാമിന്റെ കണ്ടന്റ് കൂടുന്നതും കുറയുന്നതനുസരിച്ച് കളർ വരുന്നത്. അപ്പോ അല്ല, ഞാൻ പോയിക്കുന്ന അലിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. പൊതുവേ നമുക്കൊരു ധാരണയുണ്ട്, ഒത്തിരി അല്പം കറുത്തു പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഭയങ്കരമായിട്ട് ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. ഒരുപാട് ലൈക്ക് പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ചില ആൾക്കാർ, എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഫോട്ടോ സെൽഫി എടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ആദ്യം തപ്പിയിട്ട് ഫിൽറ്റർ എടുത്തിട്ട് B16 എന്താ പറഞ്ഞിട്ട് സാധനമുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ഫിൽറ്റർ എടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മുഖത്തിൽ കളർ വരുന്ന രീതിയിൽ ആക്കിയിട്ട് സെൽഫി എടുത്തിടുന്ന ടീമുകളുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്തിനാണ് ഈ അപഹർഷത ബോധം? എന്താണ്? നമുക്കുള്ള സാധനം അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്തൂടെ? എന്താണ്? നമ്മൾ നോക്കൂ, ഏറ്റവും വലിയ ആർട്ടിസ്റ്റായ അതും കൂടി പറയാം ഞാൻ, രജനീകാന്ത് എന്ന് പറഞ്ഞാൽ രജനീകാന്ത് സാറിന് നോക്കൂ, അദ്ദേഹത്തിനുള്ള കോൺഫിഡൻസും അദ്ദേഹത്തിന്റെ സ്റ്റൈലും കാര്യങ്ങളും നോക്കൂ. അദ്ദേഹം
അല്പം ഡാർക്ക് സ്കിൻഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവർ കോംപ്ലക്ഷൻ കാണിക്കുന്നില്ലല്ലോ. പക്ഷേ കാറല്ലേ റിയൽ കാണിക്കാറില്ലല്ലോ. അതാ പറഞ്ഞ മുടി പോലും അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ടും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളി അറിയാലോ ഹെയർ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. അതെ, നല്ല രീതിയിൽ മുഖത്താണെങ്കിലും ഗ്ലാമർ ആയിട്ട് നിൽക്കുന്നു. അതൊക്കെ ഒരു സിനിമയുടെ ഒരു ട്രിക്കാന്ന് തന്നെ പറയാം. അല്ല, പഴയ സിനിമകളിലൊക്കെ സാധാരണ അദ്ദേഹത്തിന്റെ ഒരുപാട് കളർന്ന് കൂട്ടാത്ത സിനിമകൾ ഒരുപാട് ഉണ്ട്. നേരിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു പഴയ സിനിമകളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു കുറെ ഫിലിം മഞ്ഞനൊക്കെ മുമ്പ് അല്ലേ, അദ്ദേഹം സാധാരണ കളറിൽ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അതൊന്നും ഇപ്പൊ അടുത്ത കുറച്ച് സിനിമകളിൽ പക്ഷേ ചിലപ്പോൾ കുറച്ചും കൂടിയിട്ട് മറ്റേ ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും, കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. വ്യത്യാസം വന്നു തുടങ്ങിയത് ദിവ്യൗണി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വന്നപ്പോ പുള്ളിക്കാരി ഏതോ ഒരു ഇതിൽ പറഞ്ഞു പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ കലാഭവനിച്ചോട് അഭിനയിക്കാൻ പറ്റില്ല. ഓ, അങ്ങനെ പറഞ്ഞല്ലേ. ഒരിക്കൽ പണ്ടൊരു വിവാദം ഉണ്ടായിരുന്നു. തുടങ്ങിയാണ് ഈ പറഞ്ഞ ഭാഷാബോധം പലരും എന്നിലും യൂസ് ചെയ്യുന്നു. കാരണം നമ്മളും ചെറിയൊരു ഇൻഡസ്ട്രിയാണ്, ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് നിൽക്കുന്നു. അതിനകത്ത് വരുന്ന ആർട്ടിസ്റ്റുകൾ അത്യാവശ്യം ചേട്ടൻ പറയാൻ ബ്രൗണിഷ് ആണ്, വലിയ ഗ്ലാമർ ഒന്നും അല്ല എല്ലാവരും. പക്ഷെ പ്യുവർ ബ്ലാക്ക് അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള ആൾക്കാർ അഭിനയിക്കാൻ വരുന്നില്ല. മണിച്ചേട്ടൻ നമ്മുടെ മുത്താണ്. അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞ മലയാളികളെ ഇളകും. മലയാളിയുടെ മുത്താണ് മണിച്ചേട്ടൻ. അദ്ദേഹം അല്ല, ഞാൻ പറഞ്ഞത് അലിന്റെ കാര്യമല്ല പറഞ്ഞത്. അതായത് കളർ എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിമിനേഷൻ ചെയ്തു എന്ന് പറയുന്ന ഏത് വ്യക്തിയാണെങ്കിലും അതെനിക്ക് തോന്നുന്നു അത് ശരിയല്ല, ഒരു പ്രവണത എന്നുള്ളതാണ്. ഇതാണ് കാസ്റ്റ് ആൻഡ് ക്രീഡ് എന്നൊക്കെ പറഞ്ഞ പോലെ റേസിസം എന്നാണ് അതിന് പറയുന്നത്. ഒരിക്കലും അത് എൻകറേജ് ചെയ്യേണ്ട ഒരു ഫാക്ടർ അല്ല. എന്നോട് പലരും ഇങ്ങനത്തെ പെൺകുട്ടിയോട് അഭിനയിക്കുമെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ കൊണ്ടുവരൂ, നല്ലൊരു ഫുൾ ബ്ലാക്ക് ബ്യൂട്ടി ആയിട്ടുള്ള ആളെ കൊണ്ടുവരൂ, എന്നിട്ട് നമുക്ക് അഭിനയിപ്പിക്കാം. ഞാൻ ഈ പറഞ്ഞ ഈ എന്നേലും നിറം കുറഞ്ഞ ആൾക്കാരുടെ കൂടെ ചോദിച്ചിട്ട് നോയാണ് കേട്ടത്. അത്യാവശ്യം ബ്രൗണിഷ് നടന്നുള്ള ആൾക്കാരാണ് സമ്മതിക്കുന്നത്. മനസ്സിലായി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ വെളുത്തവര് മാത്രമേ അഭിനയിക്കാവുന്നുണ്ടോ? അതൊരു വല്ലാത്തൊരു ഇതാണ്. അത് അതിന് വന്നു പറഞ്ഞ ഞാൻ പറയാം, സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി അറിയോ? ഇല്ല. സൗമ്യ ആക്ട്രസ് ആണ്. വലിയ ആക്ട്രസ് അല്ല, എന്നാലും ഇപ്പൊ പടങ്ങളില് അവരെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എന്നേലും അറിയാലോ, നിറം രീതിയിൽ വലിയ ഗ്ലാമർ അല്ല എന്ന് പറയാം, അറിയാക്കണ്ടല്ലോ ആൾക്കാർ. വലിയ ഗ്ലാമർ അല്ലെങ്കിലും അവരെ വിളിച്ചൊക്കെ അഭിനയിപ്പിക്കുന്നുണ്ട് സിനിമകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എല്ലാ ക്യാരക്ടറുകളിലൊക്കെ കൊണ്ടുവരുന്നത്, എന്നാലും കൊണ്ടുവരുന്നുണ്ടല്ലോ. കാരണം ആൾക്കാർക്ക് മാറ്റി നിർത്തുന്നില്ലല്ലോ. പണ്ടൊക്കെ മാറ്റി നിർത്തുന്ന ഉണ്ടാവും. കളറിന്റെ എപ്പോഴും ഉണ്ട് പ്രശ്നം. പറഞ്ഞാൽ ശരിയാ. നല്ല എനിക്കൊരു അവസരം പോയിട്ടുണ്ട്, വലിയ കളർ ഇല്ലാത്തോണ്ട് കളറുള്ള ആള് അങ്ങനെ എന്നോട് പറഞ്ഞു. അതിനല്ലേ മേക്കപ്പ് എന്ന് പറഞ്ഞ സാധനം മറ്റേ അവർക്ക് ചെയ്യാവുന്നല്ലോ. ഒരു ഗ്ലോ കൊടുക്കണമെങ്കിലൊക്കെ മറ്റേ നമ്മളെ സന്തോഷ് വർക്കി തന്നെ പറഞ്ഞു, റീലാണെങ്കിലും സെലക്ട് ചെയ്ത പെണ്ണിന്റെ കളർ പോരട്ടെ അങ്ങനെ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞു അല്ല, ഇതിലൊക്കെ ഒരു കാര്യം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ കളർ ഇല്ലാത്ത ഒരു ജീവിക്കല് കൂട്ടത്തോട് ആത്മഹത്യയാണോ? ഞാൻ കളർ കുറഞ്ഞു, ഞാൻ ചാവാൻ പോവാതെ. ചേട്ടൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു ബ്രൗണിഷ് നിറമല്ലേ? അതെ. എനിക്ക് ഏത് നിറമായാലും എനിക്കൊരു പ്രശ്നമില്ല. ബ്രൗണിഷ് എന്ന് പറഞ്ഞാലേ അത് ഇന്ത്യൻസിന്റെ കളറാണ്, നമ്മുടെ കളറാണ്. അത് ചിലർക്ക് കുറച്ച് കൂടുതലുണ്ടാവും, കുറച്ച് കുറവുണ്ടോ, അത്രേ ഉള്ളൂ. നമ്മൾ ബ്രൗണീസ് ആണ് ആക്ച്വലി. ബ്രൗണീസ് പറഞ്ഞാൽ ഫുഡാണ്. ഞാൻ പറയുന്നത് ഒരു ബ്രൗൺ ടിൻഡായിട്ടുള്ള കളറുള്ള ആൾക്കാരാണ് നമ്മൾ. അത് കുറച്ച് മുകളിൽ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ കുറച്ചും കൂടി കുറഞ്ഞ് കുറച്ചും കൂടി ബ്യൂട്ടി കൂടുതലായിരിക്കും, കുറച്ചും കൂടി വൈറ്റ് കളർ. ഒത്തുകൂടിയൊക്കെ കളർ ഇപ്പൊ ഞാൻ വേറെ കുറ്റം പറയുന്നതല്ല, പറഞ്ഞോണ്ടിരിക്കുന്നതല്ല. പക്ഷെ ഇനിയും എന്നേലും കുറച്ചുകൂടിയൊക്കെ ഗ്ലാമറുള്ള ആൾക്കാരോട് അഭിനയിച്ച കുറച്ച് സ്കിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അവരുടെ കൂടെ ഞാൻ എത്ര ഇന്റർവ്യൂ ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ പൈസ മേടിക്കുക, അഭിനയിക്കാൻ പോവുക, അല്ലാണ്ട് വൈറലാകല്ല ഒരാളുടെ കൂടെ കണ്ടിന്യൂസ് പ്രോഗ്രാമിന് പോകുക എന്നുള്ള രീതിയല്ല. പലരും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒരു സർക്കിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇന്റർവ്യൂസ് വിളിച്ചപ്പോ ചെയ്തില്ല. ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നാളെ ഒരു ദിവസം വൺ ഡേ നമ്മുടെ ഒപ്പം ഐശ്വര്യനെ പോലെ അല്ലെങ്കിൽ തമന്നനെ പോലെയുള്ള ഒരു ലുക്കുള്ള ആൾക്കാർ വന്ന് ഒരു ഇന്റർവ്യൂല് ഒപ്പം അഭിനയിച്ച് വർക്ക് ചെയ്ത് ഇന്റർവ്യൂ കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അസൻ ഡേ ഒരു ദിവസം ആർക്കാണെങ്കിലും, ഇപ്പൊ എനിക്കാണെങ്കിലും സന്തോഷ് വർക്കിക്കാണെങ്കിലും അഭിലാഷ് ആട്ടയത്തിനാണെങ്കിലും ഡേ ഉണ്ടാവും. മനസ്സിലായി. ഇപ്പൊ പലരും അഭിലാഷ് ആട്ടയം പോലും പല ആൾക്കാരും മാറ്റി നിർത്തുന്നുണ്ട്. പല ആൾക്കാരും നിന്റെ കാര്യം പറഞ്ഞ ഇത് എവിടൊക്കെയാ പോകുന്നത്. ഓക്കെ. അപ്പോൾ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടോ? എന്തെങ്കിലും തുറന്നു പറച്ചിലുകളിലേക്ക്
ഞാൻ ഇതിങ്ങനെ കറക്റ്റ് ചെയ്തിരുന്ന ഇങ്ങനെ ആയിപ്പോയേനെ, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും, അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ ലൈഫിൽ ഞാനൊരു story പറയുന്നുണ്ട്. കാരണം നമ്മൾ റീൽ ചെയ്തത് എന്തായാലും ആർക്കും ദോഷമാകാൻ വേണ്ടിയല്ല. പക്ഷേ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹസൻ വ്യക്തി എന്റെ റിലീജിയനെ പറ്റിയും ഞാൻ അങ്ങനെ റിലീജിയൻ പോയി എന്നെ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നത്. ഞാൻ റിലീജിയൻ പേര് പറയുന്നില്ല, റിലീജിയൻ എന്ന് പറയാം. അപ്പോ എന്തായാലും നമ്മള് അമ്പലത്തിന്റെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പേഴ്സണലി സോറി പറയും. കാരണം നമ്മൾ ചെയ്തത് ഒരു നല്ലൊരു റീലാണ്. പക്ഷെ അതുകൊണ്ട് ആർക്കെങ്കിലും ദോഷമായിട്ട് തോന്നുമെങ്കിൽ സോറി പറയുന്നത്. നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തില്ല. പക്ഷെ മാല സ്വന്തമായിട്ട് അണിഞ്ഞാണ് നിന്നത്, അല്ലാണ്ട് പരസ്പരം ഒരു നിൽക്കുക ആ രീതിയിലല്ല ചെയ്തിട്ടില്ല. ഉള്ളിൽ പോയിട്ടില്ലല്ലോ അല്ലേ? പാർക്കിംഗ് ഏരിയയിലാണല്ലേ? അത് എത്ര പേര് ഫോട്ടോഷൂട്ട് ഇപ്പൊ ആൽബങ്ങളാ സിനിമയ്ക്ക് പോലും അമ്പലത്തിനകത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും അതൊരു വലിയൊരു ഞാൻ സോറി പറയാൻ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അമ്പലത്തിന്റെ അവിടെ ചെന്നത് ഒരു തെറ്റാണ്, അങ്ങനെ ഒരു സാധനം ചെയ്ത തെറ്റാണ് ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതിന് സോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എനിക്കിതൊരു കാരണം നമ്മൾ അമ്പലത്തിനകത്തൂടെ നടന്നു വരുന്നത് ഒരു ഗുരുവായൂർ അമ്പലത്തിലൊക്കെ എത്രയോ പേര് വീഡിയോസ് എടുക്കുന്നു. അതൊക്കെ ഒരു തെറ്റാണോ? ഇപ്പൊ എല്ലാവരും ഒരുപോലെ നമ്മുടെ കേരളക്കാർ പറയുന്നത് എല്ലാ മതക്കാരും ഒരുപോലെ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഹിന്ദുവാണ്, ഞാൻ അമ്പലത്തിൽ പോയോണ്ട് എനിക്ക് അങ്ങനെ സോറി പറയേണ്ടി വരുന്നത്. ഞാൻ ഹിന്ദുവാണ്, ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്. കളിയാക്കുന്നതല്ല, പക്ഷെ ഞാൻ ക്രിസ്ത്യനാണ്. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട പല ആൾക്കാർ പല വിഭാഗങ്ങൾ പല കാറ്റഗറി എന്ന് പറയാം. മലയാളം കിട്ടും. അപ്പൊ കാറ്റഗറിയിലുള്ള ആൾക്കാര് ഞാൻ ആംഗ്ലോ ഇന്ത്യനാണ്. അടുത്ത് ഇംഗ്ലീഷ് പറയുന്ന ഒരു സ്വഭാവം അല്ല ഞാൻ. എന്തായാലും ചെറിയ ചെറിയ ഇംഗ്ലീഷ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതി, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് വന്നത്. അപ്പോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട കുറച്ച് ആൾക്കാര് നമ്മളെ എന്നെ വ്യക്തി എന്ന നിലയിൽ ഈ ഹ്യൂമൻ ബീങ് ആയിട്ട് കാണുന്നില്ല, മനുഷ്യരായിട്ട് കാണുന്നില്ല. എന്തൊരു മൃഗത്തെ കണ്ട പോലെയാണ് ആൾക്കാര്. അതുകൊണ്ട് പള്ളിയിൽ പോവാറില്ല. ബേസിക്കലി പ്രാർത്ഥിക്കാറുണ്ട്, ഇങ്ങനെ നാമത്തിന് വെക്കാറുണ്ട്. പക്ഷെ എങ്കിലും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടും. ചില ആൾക്കാർക്ക് ഒരു 30 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീകൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ 30 വയസ്സിനകത്തുള്ള പെൺപിള്ളേര് ഈ ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ എന്തോ അവർക്കൊരു ഉൾക്കൊള്ളാൻ ഒരു ഇൻഹിബിഷൻ ആണ് ഉദ്ദേശിച്ചത് അല്ലേ? ഇൻഹിബിഷൻ എന്താ പറയാ, എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്താ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് അവര് മാറി നിൽക്കുന്നതാണോ, അതായത് അവര് മിങ്കിൾ ചെയ്യാൻ വരാത്തത് കൊണ്ടാണോ? എന്നെ കാണുമ്പോ മുഖം മറക്കുന്നു. അങ്ങനെ. അത്രയ്ക്കും അറപ്പ് വരാൻ വേണ്ടിയോ ദേഷ്യം വരാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തേക്കണെന്ന് ഞാൻ ചോദിക്കണം. ഇങ്ങനത്തെ 2 സ്റ്റെപ്പ് ചെയ്തതിന് എന്താ തെറ്റാന്ന് ഞാൻ ചോദിക്കണം. ഇതിലും വൾഗറായിട്ട് ആൾക്കാർ ചെയ്യുന്നു. പക്ഷെ അവര് ആ സൊസൈറ്റിയിൽ ചിലപ്പോ ഇല്ലാത്തോണ്ടായിരിക്കാം. പള്ളികളിൽ ഇപ്പൊ ചില റിലീജിയനപ്പെട്ട ആൾക്കാരെല്ലാം ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ആൾക്കാര് കുറച്ചുകൂടിയൊക്കെ ചിന്തിക്കുന്ന രീതികൾ അത്. പക്ഷെ ഞാനൊന്നും ചോദിച്ചോട്ടെ, ഇപ്പൊ എന്റെ പ്രായത്തിൽപ്പെട്ട 1 or 2 പെൺകുട്ടികളെ മാത്രമാണ് കെട്ടിപ്പോയിരുന്നു. എന്റെ ഇവിടെ പഠിച്ച ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർ അവർ പ്രണയിച്ചാ കെട്ടിയത് എന്നും പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവിടെ പോയാൽ എനിക്കിപ്പോ ഇപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ 26 വയസ്സായിട്ടുള്ളൂ, സമയമുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഈ കാണുന്ന ജനങ്ങളാണ് എന്നോട് ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഈ വിഷയങ്ങൾ. കാരണം വൈറലായില്ലേ ഒന്ന് പെണ്ണ് കെട്ടി കൂടെ ചോദിക്കുന്നത്. വൈറലായോണ്ട് പെണ്ണ് കെട്ടണം അവര് പറയുന്നത് നീ പള്ളി പോവാറില്ല. ഇങ്ങനത്തെ ടോക്കുള്ളവർ ഞാൻ പള്ളിയിലേ പോവാറ്. പിന്നെ പള്ളിയിലേക്ക് പോവാറ്. അലൻ പാവമായത് കൊണ്ടാണ്, ആക്ച്വലി അലനെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് അലനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്തത്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, നിങ്ങൾക്ക് വട്ടുണ്ടോ ഇങ്ങനത്തെ ഒരാളെ വിളിച്ചിട്ട് ഇതാക്കാൻ പറഞ്ഞ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വട്ടുണ്ടോ ചേട്ടാ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾ കുറച്ച് ഇൻഡസ്ട്രിയിലുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ചേട്ടാ എന്തിനാ നിങ്ങൾ ഇതാക്കാൻ പറഞ്ഞു. ഒരാൾ ഒരു അരമണിക്കൂറോളം എന്നെ എടുത്തിട്ട് ചോദിച്ചു. കുടയല്ല മീൻസ്, കാരണം ഞാൻ സീനിയർ ആയതുകൊണ്ടും എനിക്ക് ഇത്രയും ഇതുള്ളതുകൊണ്ടും എനിക്ക് റെസ്പെക്ട് തന്നിട്ട്
ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട് ആൾക്കാർ. ആണല്ലേ? ഞാൻ പ്രൊഡ്യൂസറാണ്. അപ്പൊ അതെ അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇൻസൾട്ട് ഒന്നും എനിക്ക് നേരിടാൻ പറ്റില്ല. ഞാൻ കാരണം അത്രയും നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇതായി കഴിഞ്ഞാൽ അതിനെയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ എന്ത് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പിടിച്ചിതാക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എല്ലാ വ്യക്തികളിലും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അവരുടെ ഉള്ളിൽ ഒരു നല്ല വശമുണ്ട്, നന്മയുണ്ട്. ഇത് നമ്മൾ കാണാതെ പോകുന്നതാണ്. നമ്മളെപ്പോഴും ഒരു കോയിൻ എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ കോയിൻ വീഴുന്നതിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. ബാക്ക് സൈഡ് ചിലപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഫ്ലിപ്പ് സൈഡ് എന്ന് പറയും, അതൊരു നല്ല വശം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി ശ്രമിച്ചു പറഞ്ഞാൽ നമുക്ക് എത്ര വലിയ തെറ്റുകാരനാണെങ്കിൽ നമുക്ക് എത്രയോ വലിയ തെറ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ ക്ഷമിച്ചിട്ടില്ലേ? നമ്മുടെ സമൂഹം വലിയ വലിയ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള വന്ന ആൾക്കാരെ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ലേ? അവരുടെ സമൂഹത്തിന് മുമ്പിൽ അത് മറ്റേ തെറ്റുകാരനാണെങ്കിലും നമ്മൾ രൊക്കം പൈസ കൊടുത്ത് നമ്മളെല്ലാവരും ക്രൗഡ് ഫണ്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ലേ? അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റി പ്രബുദ്ധരായ നമ്മൾ കേരളത്തിലെ നിവാസികൾക്ക് ആദ്യമേ കളിയാക്കുമെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അലിൻ നോക്കിക്കോ, അലിൻ്റെ ക്വാളിറ്റി ഒരു കാലത്ത് മനസ്സിലാവും. എന്നാ പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു പ്ലേസ് കൊച്ചിയാണ്. അപ്പൊ അവിടെയുള്ള ജനങ്ങൾക്ക് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട്, എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്ക്. ഇപ്പൊ എന്റെ പ്രായത്തിന് ഇപ്പൊ 24 വയസ്സാണ് എനിക്കെങ്കിൽ ഒരു 30-29 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് അത് മനസ്സിലാകാത്തത്. കുറച്ചുകൂടി മുതിർന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല, മൊത്തത്തിൽ ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല. പക്ഷെ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട്. പക്ഷെ ഇപ്പൊ മാളുകളിൽ പോകുമ്പോഴാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭവം കൊണ്ട് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മുടെ അഖിൽമാരുടെ ഒരു പടത്തിന്റെ സംഭവത്തില് എന്താ പറയാ, മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ പടത്തിന്റെ ലോഞ്ചിന് കാണാൻ പോയിരുന്നു. അപ്പൊ തിരിച്ചു വന്ന വഴി ഒരു ഫാമിലി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണ്ടായി. അപ്പൊ പേഴ്സണലി അത് കണ്ടപ്പോ എനിക്ക് ഒരു സാഡ്നെസ് തോന്നി. കാരണം നമ്മളെ അറിയാത്ത ആൾക്കാർ നമ്മൾ വിളിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ കൂടെ പണ്ട് എന്താ പറയാ എടുത്തു നടന്ന ആൾക്കാരുണ്ടല്ലോ ചെറുതില്, ചെറിയ രീതിയിൽ വളർന്നു വരുള്ളൂ. കാരണം ഇങ്ങനെ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന അല്ലാണ്ട് ഒരു തൊട്ടില് ഒരു ബേബി ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഉള്ള സമയത്ത് എടുത്തു തന്ന ആൾക്കാര് ഒരു ഫോട്ടോയോ ഒരു വീഡിയോനോട് എടുക്കൂല. അതാണ് വ്യത്യാസം. അതങ്ങനെയാടാ അല്ലേ? നമ്മൾ എത്ര വലുതായാലും നമ്മളൊപ്പം കളിച്ച് വളർന്ന് നമ്മുടേതായി കഴിഞ്ഞു അങ്ങനെ ആൾക്കാർക്കൊക്കെ നമ്മൾ എത്ര വലുതായാലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവർ ആ ലെവലിൽ തന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച 1 മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച പിള്ളേർ, ഇപ്പം ഞാനൊരു നല്ല പൊസിഷനിലാണെങ്കിൽ അവർ പറഞ്ഞു, എടാ എന്താണ് വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് എടാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പക്ഷേ നേരെ മറിച്ചിട്ട് ഒരു ലെവൽ കൂടുതൽ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ അങ്ങനെ വിളിക്കില്ല. ചേട്ടാന്നോ സാറേന്നോ അല്ലെങ്കിൽ ആ ഒരു ദേവാന്നോ അല്ലെങ്കിൽ ദേവപ്രശാന്തോ പ്രശാന്തോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റെസ്പെക്ട് ലെവൽ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ വളർന്ന ആൾക്കാർ അങ്ങനെ ചെയ്തില്ല പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പോ പണ്ടിപ്പോ ഒരു ഗെയിം ഉണ്ട്, ഈ സാറ്റ് കളി. പിന്നെ പറയാ അങ്ങനെ ആക്കിയിട്ട് നടക്കുന്നുണ്ട് ഗെയിം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ള കസിൻ സിസ്റ്റേഴ്സ് എന്ന് പറയാം. പിന്നെ എളുപ്പമുള്ള ആൾക്കാർ ഒരു 16-15 വയസ്സ് 10ാം ക്ലാസ് +1 അല്ലെങ്കിൽ 5ാം ക്ലാസ് ആ രീതിയിൽ നിൽക്കുന്ന ചെറിയ പെൺകുട്ടികളുണ്ട്, ചെറിയ കൊച്ചുങ്ങൾ. അപ്പൊ അവര് നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞു കഴിയുന്നു. മനസ്സിലായോ? അവര് ഇത്രയുള്ള സമയത്ത് അവരുടെ കൂടെ ഇരുന്നിട്ട് ആ സമയത്ത് എനിക്കൊരു ഏകദേശം ഒരു 10-12 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അവരുടെ ഒരു ഗെയിം സെഷൻ ചെയ്തപ്പോൾ കെട്ടിപ്പിടിച്ച സമയം അത് കഴിഞ്ഞിട്ട് ഓക്കെ ഗെയിം. പിന്നെ മണ്ണപ്പല് ഈ തേങ്ങയുടെ ചിരട്ടയില് മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ മണ്ണിലേക്ക് കുത്തിയിട്ട് ഇഡലി പോലെ മണ്ണപ്പം. അത് ഈ പാട്ടുന്നുണ്ട്, മണ്ണപ്പം ചുട്ട് കളിക്കണ കാലം എന്റെ പെൺകുടിയെ പെണ്ണല്ലേ പാട്ടുണ്ട് മരുപുലായ. അപ്പൊ അതൊക്കെ റിയലി എനിക്ക് അനുഭവിച്ചതാണ് ആ ഒരു ഫീല്. കാരണം അന്ന് അതൊരു ശേഷം ഈ കസൻ സിസ്റ്റേഴ്സ് ഇപ്പൊ കസേര കളി, പിന്നെ ഓടിച്ചിപ്പിടുത്തം, അങ്ങനെ ഒരുപാട് ഗെയിമുണ്ട് ഒരു ടൈം പാസിന് വേണ്ടി. അതൊക്കെ നോക്കി ഉപയോഗിക്കുന്ന വാക്കുകളാട്ടോ, ഓടിച്ചു പിടുത്തെന്നൊക്കെ പറഞ്ഞാല് വിവാദങ്ങളാവേണ്ട വാക്കുകളാണ്. മറ്റേ നമ്മള് ഓടുന്നു, ഒരുപാട് പേര് ഇങ്ങനെ നടന്നേക്കും. അല്ല, വാക്കുകൾ അളന്നു മുറിച്ച് സംസാരിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോ. എന്തിനാ വിവാദം വരുന്ന പറയുന്നത്? പറഞ്ഞു കുഴപ്പമില്ല, തമാശ പറഞ്ഞിടയില്. പക്ഷെ ഇതിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം, അവന്റെ കൂടെ കുഞ്ഞിലേ മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാരുണ്ട്. ഇപ്പോഴും അവൻ അതൊക്കെ ഓർക്കുന്നു.
പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അവരുടെ വിഷമാണെന്ന് തോന്നുന്നു പറയുന്നത്. ഗേൾസ് ആണ് നമ്മള് കൂട്ടുകാര്, മനസ്സിലായോ? ഈ കുടുംബത്തിൽ നിന്നല്ലേ? കുടുംബത്തിൽ നിന്നും നെയ്ബർഹുഡിൽ നിന്നും ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ പെൺകുട്ടികൾ. ആൺകുട്ടികളുണ്ട്, ഒന്നോ രണ്ടോ പേരുണ്ട്. ഈ ഒരു ക്രിക്കറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെന്നീസ് അല്ലെങ്കിൽ ലേഡീസും ഉണ്ടാവൂലേ, മനസ്സിലായോ? മൊത്തത്തിലില്ല, പക്ഷെ എന്നാലും നമ്മളൊരു ഗെയിമായിട്ട് ചെയ്യുമ്പോൾ അത് ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ഞാൻ ഇപ്പോ ഒരു 6 വർഷം മുന്നേ 2015 ഒരു 2015 കാലഘട്ടത്തില് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഷട്ടിൽ കളിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് നിന്നും ഒരു 6 വർഷം അല്ലെ ഇപ്പൊ 10 വർഷമല്ലേ, 15 ഇപ്പൊ 25 ഇപ്പൊ എത്ര വർഷമായി? 25 10 വർഷം. 10 വർഷത്തിന് ശേഷം ഈ വ്യക്തികള് കണ്ടാ മൈൻഡ് ചെയ്യില്ല. ഓ ശരി. അന്ന് മോനെ എടാന്നൊക്കെ പറഞ്ഞ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോ ഫെയിമായി മാറിയപ്പോ പലരും അവഗണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മളെ വന്ന് കാണുമ്പോൾ എന്നെ വന്ന് ഇപ്പോ എന്റെ കൈ കയറി നോക്കി പിടിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്, മനസ്സിലാത്ത ആൾക്കാരെ. പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതോ, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് ഇന്റിമസി ഒന്നും കൂടുതൽ താല്പര്യമില്ലാത്ത ആൾക്കാരെ കെട്ടിപ്പിടിക്കുന്ന കിസ്സിങ് ആണെങ്കിലും താല്പര്യമില്ല. പിന്നെ നിർബന്ധിച്ച് നമ്മൾ റീലിന് വേണ്ടിയൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കൈ പിടിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വെറുതെ ഷെയ്ക്കാൻ കൊടുക്കുന്ന പ്രശ്നമില്ല. 10-25 മിനിറ്റ് കൈ വന്ന് കുളിക്കി പിടിക്കുന്നത് എനിക്ക് ദേഷ്യപ്പെടുന്നു, പക്ഷെ കൺട്രോൾ ചെയ്യും. പിന്നെ ടോക്ക് ചെയ്യുമ്പോഴേ, കാരണം ഇപ്പൊ ചേട്ടൻ തന്നെ ഒരു ഷെയ്ക്കാൻ പിടിക്കുന്നു, ഇപ്പൊ നമ്മളിങ്ങനെ ഒരു 10 നമ്മളെനിക്ക് തന്നെ 3 ഷേക്ക് അത് കഴിഞ്ഞാൽ വിടണം എന്നാ പറയാ. ഒരു ഷേക്കിന്റെ കൊടുക്കുമ്പോ 3 ഷേക്ക് പ്രോപ്പർ. ചില കുറ്റം പറയുന്നതല്ല, ചില നടിമാരെ നമ്മൾ ഷെയ്ക്കിന്റെ കൊടുത്ത് ഞാൻ വിടൂല. അത് അലിന് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം കൂടുതലായിട്ട്, അല്ലേ? ഇല്ലെങ്കിൽ ഒരാളെ എത്ര നേരം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അലിനോട് ക്രഷ് ഉള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെ? അങ്ങനെ ആവാലോ. വൈറലാവുന്നില്ല, പക്ഷെ ഒരു സാധനം കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞ് വൈറലായി. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വൈറലാവുന്നില്ല. നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മള് ഒരാളുടെ ഇന്ന പെൺകുട്ടി ഇങ്ങനെ കാണണമെന്ന് പറയാൻ പറ്റില്ല, സംഭവിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ഞാൻ പ്രൈവറ്റ് ബസ് യാത്ര ചെയ്യുന്നുണ്ട്, അപ്പോ സീറ്റ് ഇരിക്കുമ്പോ പുരുഷന്മാരോട് അതിരിക്കുന്നു. പിന്നെ നമ്മള് ചില ലേഡീസ് വരുമ്പോ ഇരിക്കില്ല പറയാൻ പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു വല്യപ്പൻ ഇരുന്നപ്പോ എന്റെ കൂടെ ഇരുന്നപ്പോ ചേട്ടൻ മാറി എനിക്ക് പെരറൊപ്പം ഇരിക്കണം പറഞ്ഞു. അങ്ങനെയൊക്കെ ഫാൻസ് അസോസിയേഷൻ ഇപ്പൊ നമുക്ക് തുടങ്ങാൻ, അതെ എനിക്ക് തോന്നുന്നു പെരേര ഫാൻസ് അസോസിയേഷൻ ലോഞ്ച് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് തോന്നിയിരിക്കുന്നു, അല്ലേ? AJP ഫാൻസ് അസോസിയേഷൻ അല്ലേ? ഇന്നലെ എനിക്ക് തൃപ്രയാറായിരുന്നു ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് നൈറ്റ് കുറെ വൈകി, അപ്പൊ ബസ് കാത്ത് കുറെ നേരം നിക്കണം. അവിടെ നമുക്ക് എറണാകുളത്തോട്ട് ഇടയ്ക്ക് എന്തൊക്കെ ഉള്ളു ബസ്. അങ്ങനെ ഇരുന്നപ്പോ 2 ചെറിയ പിള്ള കൊച്ചുങ്ങൾ, എനിക്ക് +2 ഒക്കെ ആയിരിക്കും. അപ്പൊ അവരിങ്ങനെ ഞാൻ വന്നപ്പോ പോലും നോക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വന്ന് ചോദിക്കാൻ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് വേറൊരു ചേട്ടന്റെ കയ്യിൽ ഇതിനകത്ത് പെരേരയുടെ കൂടെ കല്യാണ വീഡിയോ ചെയ്ത ചേച്ചി അല്ലേ എന്ന് ചോദിക്കുന്നു. പറഞ്ഞാണ്. അപ്പൊ ആ കൊച്ചുങ്ങൾ വന്നു. ഈ പുള്ളിക്കാരൻ ചെന്നിട്ട് പറഞ്ഞാണ്. അവർക്ക് ചോദിക്കാൻ ഒരു പേടി. എന്നിട്ട് പറഞ്ഞ് പെരേര ഒന്ന് വിളിച്ചു തരുമോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പെരേര ഇപ്പൊ പറഞ്ഞത് ചെറിയ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. പക്ഷെ അത് തെറ്റാണ്. ആ ചെക്കന്മാര് ഓടി വന്നിട്ട് എന്നോട് അത്രയും മറ്റേ സൈഡിൽ കുറെ ഫാൻസ് ഇല്ലേ, നമ്മള് മലപ്പുറം കോഴിക്കോട് ആ സൈഡിലില്ലേ നമ്മള്, അല്ലെ? അത്യാവശ്യം കോഴിക്കോട് വയനാട് വരെ. ഇപ്പൊ ചില ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോ പേടിയുണ്ട്. ചില പേടിയെന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത് മറ്റേ ലേഡീസ് ബോയ്സ് എന്ന് പറഞ്ഞ വ്യത്യാസം ചിലയിടത്തുകളുണ്ട്, മനസ്സിലായോ? പക്ഷെ ചില കല്യാണങ്ങളിൽ ഞാൻ കാണാറുണ്ട്. ഇപ്പൊ എന്റെ അടുത്തേക്ക് വരാൻ പേടിക്കുന്നു. പിന്നെ ചില ആൾക്കാരെ കെട്ടിയമായി പിടിച്ചോണ്ട് എന്റെ അടുത്ത് നിർത്തുന്നു. അതൊക്കെ കാരണം നിർബന്ധിച്ച് എന്തിനാ നിർത്തണം? കാരണം ഇപ്പൊ ചിലയിടത്തേക്ക് പോകുമ്പോ ഇല്ലേ, ഒരുപാട് കല്യാണങ്ങളിൽ പോയ അനുഭവം ഉണ്ടാ. ചിലങ്ങളിൽ പോകുമ്പോ പെണ്ണുങ്ങൾ വന്ന് എന്നോട് മുട്ടി നിൽക്കുക. ദേഷ്യം ശരിക്കും എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ല, എനിക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ത്രീ ഒരു 5 സെക്കൻഡിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഇഷ്ടമുള്ള ആൾക്കാർ കുഴപ്പമില്ല. പക്ഷേ നമുക്കൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ഉണ്ടെങ്കിൽ അപരിചിതരായ വ്യക്തികൾ നമ്മൾ ഒരുപാട് ഇന്റിമസി കാണിക്കുമ്പോൾ ഇഷ്ടമല്ല, എന്നല്ലേ? പ്രൈവസി എന്ന് പറഞ്ഞ സംഭവം നഷ്ടപ്പെടുന്നുണ്ട്. മുട്ടി നിൽക്കുന്ന പരിപാടികളൊക്കെ ഒരുപാട് ഇപ്പൊ കല്യാണ വീടുകളിൽ നടക്കുന്നുണ്ട്. എന്നോട് ഫോട്ടോ ചേട്ടൻ പോയി കാണിച്ചു തരും. ഇപ്പൊ ചേട്ടനായിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെ നിൽക്കില്ല, സുലക്ഷ്മി പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു. ശരി, ഇങ്ങനെയല്ലേ? അങ്ങനെ ഒരു പ്രവണത ശരിയല്ല. കാരണം നമ്മളൊരു ഇപ്പൊ നിങ്ങള് ലാലേട്ടനെ മമ്മൂക്കി അടുത്തോ പോയിട്ട് അങ്ങനെ നിൽക്കും. പറഞ്ഞോട്ടാ ബഹുമാനം കൊടുക്കണം എന്നായിരിക്കും ഉദ്ദേശിച്ചതല്ലേ?